ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. ഉടൻ വിളിക്കൂ 9001 നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇത്രയും സീസൺ ആയിട്ടേ ഈ സീസൺ 5-ലല്ലേ തമിഴ് ഹിറ്റ്സ് ആദ്യമായിട്ട് വരുന്നേ. അപ്പൊ എന്നാ തോന്നുന്നു ഇപ്പൊ ഇത് കേൾക്കുമ്പോ? ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം തോന്നുന്നു. ഇമ്പമുള്ള പാട്ടുകളാണ്. കാരണം ഒന്നാമത്തെ കാര്യം അതിന്റെ ലിറിക്ക്. കാരണം മലയാളത്തിൽ കടിച്ചാ പൊട്ടാത്ത വാക്കുകളുണ്ട്. തമിഴില് ഈ ഒഴുങ്കമാന എന്ന് പറയും, ഒഴുകി വരും വാക്കുകൾ. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ഒരു സുഖമുണ്ട്. പിന്നെ പാട്ടിന്റെ ഈണവും അതെല്ലാം വ്യത്യാസമാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് നല്ലൊരു ട്രീറ്റ് തന്നെയാണ്. വീണ്ടും ഒരു അതിമധുരം. അതെ. അപ്പൊ അങ്ങനെ MG ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു അതിമധുരത്തിന് വേണ്ടി നമ്മുടെ സൂര്യക്കുട്ടി എത്താണ് ഒരു തമിഴ് ഹിറ്റ്സ് റൗണ്ടുമായിട്ട്. സോ ലെറ്റ്സ് വെൽക്കം സൂര്യ ഗായത്രി ഓൺ സ്റ്റേജ്. സൂര്യനെ നോക്കി ധ്യാനിക്കുകയായിരുന്നു. ഗായത്രി മന്ത്രമൊക്കെ ജപിച്ച് എപ്പ കാണുവൻ സൂര്യക്കുട്ടിയെ എന്നൊക്കെ. ആള് മാറിപ്പോയല്ലോ. ഇത് കുറച്ച് ട്രെൻഡി ആയില്ലേ? ട്രെൻഡി ആയി. ഏത് പാട്ടാ പാടുന്നേ? പൂപ്പൂക്കും ഓസൈ. ഫിലിം മിൻസാര കനവ്, ഇയർ 1997. മ്യൂസിക് A.R. റഹ്മാൻ സാർ, ലിറിക്സ് വൈരമുത്ത് സാർ, പാടിയത് സുജാതാന്റെയും പിന്നെ മലേഷ്യ വാസുദേവ് സാർ. ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഈ സുജാത ചേച്ചി എന്ത് രസമായിട്ടല്ലേ, ചേച്ചിയുടെ ഒരു പ്രത്യേക ശബ്ദമാണ് അത് പാടുമ്പോ. അപ്പൊ തുടങ്ങാട്ടാ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സൂര്യക്കുട്ടി മിൻസാര കനവ് മൂവിയിലെ ഒരു കിടിലൻ പാട്ടായിരുന്നു. അയ്യോ അതിനകത്തെ പാട്ടായിരുന്നു. ആ correct. അയ്യോ ഒന്ന് വിശ്വസിക്കേ. മീനുട്ടി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം എനിക്ക് മനസ്സിലായത്. തോന്നിയത് നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞത്. കംപ്ലീറ്റ് ഡീറ്റെയിൽ ഒക്കെ മോള് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ആയിരുന്നു. എടുത്ത് ശ്രദ്ധിച്ചിരുന്നു എനിക്ക് തോന്നി. പടം എടുത്ത മീനുട്ടിയാണോ? അല്ല അത് ഞാൻ ഇല്ലായിരുന്നു ആ സമയത്ത് ടോപ്പ് സിംഗറിന്റെ ഷൂട്ടുണ്ട്. പകരം കജോളിനെ വെച്ചല്ലേ? അതെ അതെ അതെ. നമ്മുടെ അരവിന്ദ് സ്വാമി ആ, അതെ അതെ. എന്റെ ഏറ്റവും ഇഷ്ടമുള്ള സുന്ദരനോട് ചോദിക്കും ഏറ്റവും ഇഷ്ടമുള്ള സിനിമാ നടൻ ആരാ സുന്ദരനായിട്ടുള്ള ആരാ? സിനിമ. ആ. അരവിന്ദ് സ്വാമി. ആണോ? ആ എപ്പോഴും ഇത് ഓരോ മാസം മാറിക്കൊണ്ടിരിക്കും. ഈ മാസത്തെ എന്റെ ഏറ്റവും വലിയ സുന്ദരനാരാണെന്നറിയാമോ? അരവിന്ദ് സ്വാമി. കുറച്ച് മുമ്പ് വേറെ ഒരു രണ്ട് മാസം മുമ്പ് പറഞ്ഞു എന്റെ ഏറ്റവും നല്ല സുന്ദരനാരെന്നറിയോ രൺധീർ കപൂർ. ആ, അതെ. അപ്പൊ അതോ പിന്നെ ചേട്ടാ അതും അതെ. ഇതെന്ത് ഓന്തിന്റെ നിറം മാറുന്നു അത് നമുക്ക് ഹിന്ദിന്ന് വേണേ വെക്കാം. ഇത് പക്ഷേ ഇത് തമിഴില്. അരവിന്ദ് അതെ, അതെ. സ്വാമിയുടെ സൗന്ദര്യം ആർക്കുണ്ട് ചേട്ടാ? ഓ പിന്നെ നമ്മുടെ അജിത്ത്. മലയാളത്തിലോ പിന്നെ ആന്റി? മലയാളത്തിൽ എനിക്ക് എല്ലാരും ഇഷ്ടം എന്നെ ആ, കൊടുക്കല്ലേ. അങ്ങനെ ഒരാളെ പറ. മലയാളത്തില് പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് മമ്മൂക്ക ലാലേട്ടൻ കഴിഞ്ഞ് പിന്നെ ബാക്കി വരുന്ന എല്ലാവരും ഇഷ്ടം. അത് വരണം. ആ, കാരണം ഇപ്പൊ വന്ന് നിൽക്കുന്ന അരവിന്ദ് സ്വാമിയില്ല. അതെ അതെ അതെ. ഇനി അടുത്ത മാസം ഇനി അടുത്ത ഇതിനുള്ള മാസം answer കിട്ടും. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ ആന്റി ഓക്കെ. അല്ല, ഞാൻ- തെലുങ്കാണോ ഉറുദു ആണോ മലയാളമാണോ എന്നൊക്കെ പറയും. ആ. മക്കളെ എന്താ? നീ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. കാരണം ഈ ഡാൻസ് ആണ് എന്നെ അതിശയിപ്പിച്ചത്. ശരിക്കും കാരണം നീ ഇങ്ങനെ ഡാൻസ് ഞാൻ പോയ ഒരു മാസം ഇത്രയും പ്രാക്ടീസ് ചെയ്ത് പടപടാന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ മോളെ. ഓ ഒരു ഗംഭീര പടക്കം പൊട്ടുന്ന രീതിയിലാണ് നീ സ്റ്റെപ്സ് ഒക്കെ ഇട്ടത്. സൂപ്പറായിരുന്നു. പാട്ട് നന്നായിരുന്നു. ആ ഡാൻസ് കഴിഞ്ഞ് അത് അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് ശകലം ഒന്ന് ആടി ഇല്ലേ? പെട്ടെന്ന് ആ ഡാൻസ് കളിച്ചിട്ട് അതാണ് പാടി. ഇത്രയും ചാടി പിടിച്ചിട്ട് പാടിയുള്ള കുഴപ്പം. സാരമല്ല മോളെ. എന്നാലും അനുപല്ലവി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പിന്നെ എനിക്ക് ഏതോ ഒരു സ്ഥലം മാത്രമാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഇന്ന് ആസയെന്നുള്ളതുണ്ടല്ലോ നാരി എന്നുള്ള അതിൻ്റെ ആ ഒരു വളവ് നന്നായിട്ട് വന്നിരുന്ന ഇതിനകത്ത് അതാണല്ലോ ഒരു ഫീലാണ് ഈ പാട്ടിനെ കൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ തന്നെ സംഗീതം അതൊന്ന് പാടിക്കുക അനുപല്ലവിയുടെ കൺതൂങ്കും കൺതൂങ്ങും നേരത്തിൽ മൗനത്തിൻ ശ്രുതിയിൽ മൗനത്തിൻ ജാമത്തിൽ ഘടികാരശബ്ദം സംഗീതം അതൊക്കെ ഒന്ന് തൊട്ട് വരണം. നല്ല കറക്റ്റായിട്ട് വന്നാൽ മതി. അത്രേ ഉള്ളൂ. വലിയ മിസ്റ്റേക്സ് ഒന്നും അല്ല കേട്ടോ. അത് കഴിഞ്ഞ് വന്ന ഓസൈ സംഗീതം സൂപ്പറായിട്ട് പാടി. താങ്ക് യു സർ. ആ എല്ലാം കൊണ്ടും കൊള്ളാം. നല്ല രസമുണ്ടായിരുന്നു. ഡാൻസും ഇതൊക്കെ ആയിട്ട് ആളങ്ങ് മാറി. ഞാൻ മോളോടാണോ ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞേ? അതെ അതെ. ബ്രേക്ക് ഡാൻസ്. വെറും ഡാൻസ് അല്ല, ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസ്. ചേട്ടാ ഇത് ചേട്ടൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അവള് ഭയങ്കര അല്ല ബ്രേക്ക് ഡാൻസ് അല്ലേ അവളിത് കളിക്കുമ്പോ ഞാൻ ബ്രേക്ക് ബ്രേക്ക് ഡാൻസ്. ഡാൻസ്. അങ്കിള് ശ്ശോ, ബ്രേക്ക് ഞാൻ ഡാൻസ് ഒന്ന് പ്രോ അല്ലേ? ചിന്തിക്കട്ടെ. എൻജി ചേട്ടൻ ബ്രേക്ക് ഡാൻസ് കളിക്കുന്നത്. ആ, അല്ല അത് കുഴപ്പമില്ല, ചിന്തിക്കണ്ട. കാരണം അടുത്ത മാസം പറയും എന്റെ കണ്ണിലെ ഏറ്റവും സുന്ദരനാരാണെന്ന് MG ശ്രീകുമാറിന്. എനിക്കത് കേൾക്കാൻ വയ്യ. അതിനുള്ള ശേഷിയില്ല കേട്ടോ. സോറി. ബ്രേക്ക് ഡാൻസ് ചെയ്ത് ബോൺസ് ഒന്നും ബ്രേക്ക് ചെയ്യാണ്ടിരുന്നാ മതി. അതെങ്ങനെ ഉണ്ടായിരുന്നു തമാശ? ഓ, അത് തമാശയായിരുന്നു. കൊള്ളായിരുന്നു അതുപോലും ഗായത്രി. എനിക്ക് മനസ്സിലായില്ല. ഗായത്രി, നീங்க നല്ല തേറിണ്ടിருக்கு. എങ്കെ എന്തായാലും മോളെ നന്നായി കേട്ടോ. നന്നായി. ആ മോളെ ഗായത്രി മോളെ എന്താ? നല്ല രസമായിരുന്നുടാ. നല്ല രസം. അതായത് മോള് എനിക്കിന്ന് കണ്ടൊരു ഇമ്പ്രൂവ്മെന്റ്, മോള് ഇതിന്റെ കൂടെ ഫുൾ ടൈം ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഡാൻസിൽ ഒരു തവണ പോലും ഒരു BGM പോലും മോള് വിടാതെ, എന്നാൽ ആ താളവും വിടാതെ കറക്റ്റായിട്ട് ആ ഒരു ഗ്രൂവിൽ നന്നായിട്ട് ചെയ്തു. അത് ചാടിത്തുള്ളിയാണ്. മറ്റേ സാധാരണ ചിലർ നിന്നോണ്ടൊന്നിങ്ങനെ ഒന്ന് അനക്കുള്ളൂ. മോള് പക്ഷെ അതല്ല, നല്ല ചാടിത്തുള്ളിയൊക്കെ ചെയ്തു. നന്നായിട്ട് ചെയ്തു. എനിക്ക് ആ ഭൂമി ഒരു വീണേ അതേ കാറ്റിന് ആ ഒരു അവിടെ കുറച്ചൊന്ന് ശ്രുതി പോയി. അതുപോലെ പസി കൊണ്ട് അവിടെ ഒരു ഗ്ലും വന്നോ അനുപല്ലവിയില് ഒരു സ്ട്രെയിൻ്റെ ഒരു അത് തോന്നി. അതെന്തെന്ന് ക്ലിയർ ആയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കി ചരണത്തിലൊരു ചെറിയ ചെറിയ പൊടി ഒരു അത് പക്ഷെ നമ്മൾ കാര്യക്കണില്ല. കാരണം മോൾ ഇത്രയും ഡാൻസും ഒക്കെ കളിച്ച് ഇത്രയും രസകരമായിട്ട് എപ്പോഴും നമ്മളൊരു ഒരു പാട്ട് ഇതുപോലെ ഒരു കിട്ടുമ്പോൾ അതിനെ മാക്സിമം അവളുടെ ഫുൾ ഇറക്കി ഒരു നമ്മൾക്ക് വിഷ്വലും കേൾക്കാനും ഒക്കെ രസകരമായിട്ട് കൊച്ചു കൊണ്ടുപോകുന്നതിനെ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ കോറസൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അവർ ആ ഇടയ്ക്ക് കൊടുത്ത ഒരു പോർഷനൊക്കെ വളരെ നന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സൂര്യകുട്ടി എന്ത്? ഫുൾ ഒരു കോറിയോഗ്രാഫ്ഡ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. ഞാനും പ്രതീക്ഷയില്ല ഈ ലെവലുള്ള ഡാൻസിങ്. അത് എന്താന്ന് വെച്ചാൽ ഇത്ര ആക്റ്റീവായിട്ട് ഡാൻസ് ചെയ്തിട്ട്
ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് സെന്റൻസിലേക്ക് ഒരു എഫേർട്ടും ഇല്ലാണ്ട് ഒരു കിതപ്പും ഇല്ലാണ്ട് പാടി എന്നുള്ളതാണ് അനുപല്ലവിയിലേക്ക് വന്നപ്പോൾ. അതൊക്കെ വളരെ എന്താ പറയാ, ഭാവിയിൽ നമുക്കറിയാലോ ഈ ജസ്റ്റിൻ ബീബറൊക്കെ സ്റ്റേജിൽ പാടി അതുമാതിരി ഒരു ഭാവിയുണ്ട്. അതുമാതിരിയൊക്കെയാണ് ഒരു ടോട്ടൽ റോക്ക് സ്റ്റാർ ആവാൻ പോവാണ്. എനിക്ക് ആകെ തോന്നിയത് മോളുടെ വോയിസ് ഇപ്പൊ ഭയങ്കര കൊച്ചുകുട്ടിയായതുകൊണ്ട് ചെറിയ വോയിസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ പാട്ടിന് കുറച്ചുകൂടി ഒന്ന് പവർ കൊടുത്താൽ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ വളരെ ബൗൺസി ആയിട്ടുള്ള ഒരു പാട്ടല്ലേ. അപ്പം കുറച്ചുകൂടി വലുതാവുമ്പോൾ മോളുടെ വോയിസിന് കുറച്ചുകൂടി പവർ വരും. അപ്പൊ നമ്മള് മെലഡി പാടുന്ന മാതിരത്തെ പ്രൊജക്ഷനെക്കാട്ടും കുറച്ചുകൂടി പ്രൊജക്ഷൻ കൊടുക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ എല്ലാം കൊണ്ടും ടോട്ടൽ റോക്കിംഗ് പെർഫോമൻസ്, റോക്കിംഗ് സിംഗിങ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ ഇത് ഫ്ലവേഴ്സ് ടിവിക്ക് തന്നെ ഒരു ട്രിബ്യൂട്ട് ആണല്ലോ, പൂ പൂക്കും. അതാ ഓ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് അതെങ്ങനെയുണ്ട്? കൊള്ളാം ഗായത്രി, അത് കൊള്ളാം. ഗായത്രി അത് കൊള്ളാം, അത് കയ്യടി ഗായത്രി. അറിയിക്കുന്നു. സൂപ്പർ അല്ലേ വിന്യന്റി? അതെ അതെ, ഈ പൂവിനെ കുറിച്ച് ഒരുപാട് എത്രയോ പാട്ടുകൾ ഇങ്ങനെ ആ എത്രയോ പാട്ടുകളുണ്ട്. കൊറേ ഈ ഉണ്ട്. പൂവണ്ടേ ഉള്ളു ഓ, പാട്ട്. അതെ, പൂവേ പൂവ്. ഉള്ളൂ. ആ. ഈ പൂ പൂ പൂന്ന് മാത്രം പറഞ്ഞ് തമിഴിലൊരു പാട്ടുണ്ട്. ഇവരെന്ന് എഫിടാ പൂ 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 പൂത്ത സോலை പൂ 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 പൂമാതുളை പൂ 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 പുല്ലാങ്കുഴൽ പൂ 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 പൂവിൻ മടൽ പൂ 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 പൂവൈ മനം പൂ 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 പൂങ്കാവനം പൂ 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 പൂജை ദിനം പൂ 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 പുതിയ സുഖം പൊഴിഞ്ഞിടും പൂ 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 പൂത്ത സോலை പൂ 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 പൂമാതുളை പൂ 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 പുല്ലാങ്കുഴൽ പൂ 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 പൂവിൻ മടൽ. അടിപൊളി. ഉപ്പുപ്പൂ 2, 3 ഉള്ളൂ, അതെ, ഇടയ്ക്കെല്ലാം വരുന്നുണ്ട്. പുല്ലാങ്കുഴൽ. ആ, എന്റെ ഇതിനകത്ത് അങ്ങനല്ലേ. ആ, അന്ന് അതെങ്ങനെയാ? ആ മൊത്തം പൂവാണ്. എന്നാ അങ്കിള് പാടിക്കേ. പൂ 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 പൂ. നല്ല പൂ പൂ പൂ. മൊത്തം പൂവാണ്. അപ്പൊ വേണ്ടേ മോളെ, മാർക്ക് വേണ്ടേ? എത്ര കൊടുക്കാനാ? ഒരു 98 ഒന്നോടെ കൊടുക്കുക ചേട്ടാ. ഡാൻസ്. അതെ, അതെ. So 99 out of 100. Thank you, sir. ആടി ഒരു പൂക്കുറ്റി. പൂക്കുറ്റിയിലും ഉണ്ട് 3 പൂ. ആഹാ.